ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ. എന്തെല്ലാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് പതിവ് പോലെ നമ്മുടെ അല്ലറ ചില്ലറ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. എല്ലാവരും അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക. പിന്നെ രാവിലത്തെ ആയതുകൊണ്ടാണ് കേട്ടോ അതുപോലെ എന്താ ആ ഒരു മക്കളൊക്കെ സ്കൂൾ പോകാറില്ല. അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് പതിവ് പോലെ എന്താ നമുക്ക് ചായക്ക് നൂൽപുട്ടാണ് കേട്ടോ. അതൊക്കെ വേഗം തള്ളി മറിച്ചിരിക്കുകയാണ്, കാരണം സ്കൂളിലെ ദിവസമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആവണം കേട്ടോ രാവിലെ. അങ്ങനെ നൂൽപുട്ടൊക്കെ ആക്കിയതിന് ശേഷം മീൻ പുറത്തുനിന്ന് വിളി കേട്ടപ്പോൾ വേഗം വന്നിട്ടോ. ഇക്ക 2 ദിവസമായിട്ട് മാർക്കറ്റിൽ പോയിണ്ടായിരുന്നില്ല, അത് കാരണം മീൻ ഇല്ലാത്തൊരു സുഖമില്ല. അപ്പോൾ ഇതാ പുറത്തുനിന്ന് മേടിച്ചിട്ടോ. ചെറിയ മത്തിയാണ്, എന്തായാലും വേണ്ടിയില്ല, മേടിച്ച്. പിന്നെ നല്ല മഴ കേട്ടോ, 2 ദിവസമായിട്ട് നല്ല മഴയില്ലായിരുന്നോ, ന്യൂനമർദ്ദം അത് ആയിട്ട് മഴയായിരുന്നു 2 ദിവസം. അപ്പോൾ അതാ സ്കൂൾ പോകുന്ന ടൈമിലൊക്കെ നല്ല മഴയാണ് കേട്ടോ മക്കൾക്ക്. ഇപ്പോൾ ഹിബമോളോ സ്കൂളില്ലാത്ത ദിവസം സ്കൂൾ മുടവാണ് മഴയാണെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം മഴ ഉണ്ടാവില്ല. സാധാരണ എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ ആവാറ്. കാരണം സ്കൂൾക്ക് അവധി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നല്ല വെയിലായിരിക്കും. സ്കൂൾ ഉള്ള ദിവസങ്ങളിൽ നല്ല മഴയായിരിക്കും കേട്ടോ. അങ്ങനെ നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ അന്ന് കുറച്ച് ചെറുപയർ ഉപ്പേരിട്ടോ. ഹിബമോൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകും, ചോറിന് ലഞ്ചിന് കൊണ്ടുപോകാൻ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ ലുബമോൾക്കാണ് ഇപ്പോൾ ആദ്യം ലഞ്ച് ആക്കണത്. അങ്ങനെ മുട്ട വറക്കുകയാണ് കേട്ടോ. പക്ഷേ കോഴിമുട്ട പൊരിക്കണതിൽ ലുബമോൾക്ക് ഉള്ളി അങ്ങനത്തെ ഐറ്റംസുകളൊന്നും പറ്റില്ല. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ, ഹിബമോൾക്ക് എല്ലാം വേണം. അങ്ങനെ ഇതാ ആദ്യം ഞാൻ ലുബമോളുടെ ലഞ്ച് 8 ആകുമ്പോഴത്തേനും ബസ് വരും. അപ്പോൾ ലുബമോളുടെ ഫുഡൊക്കെയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. അങ്ങനെ മുട്ടൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് ലഞ്ചൊക്കെ ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ചായയുടെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് നേരത്തെ ചായ കുടിക്കും, മദ്രസ വിട്ട് വന്നോണ്ടേ. എക്സാം ആയതുകൊണ്ട് കേട്ടോ, 2 ദിവസം എക്സാമൊക്കെയാണ്, അതുകൊണ്ട് നേരത്തെ വരും. അങ്ങനെ ഇതാ കൊള്ളിക്കറി നൂൽപ്പൊട്ടും പയറും കൂടിയും കൂട്ടിയിട്ട് നല്ല അടിച്ചു മാറ്റാച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവളുടെ ഞാൻ ചോറ് റെഡിയായപ്പോൾ ചോറാക്കി അതിൻ്റെ പുറത്ത് കുറച്ച് കൊള്ളിയിട്ട് കൊടുത്തു കേട്ടോ. ഒരുപാട് ബൗളുകൾ കൊണ്ടുപോകണം, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചോറിൻ്റെ പുറത്ത് തന്നെ ആക്കി കൊടുത്തു. അങ്ങനെ പയറുകറി ആക്കി കൊടുക്കണത്. പിന്നെന്താ മുട്ട പൊരിച്ചതും കൂട്ടിയിട്ട് അവൾ അങ്ങനെ സ്നാക്സ് ആക്കുകയാണ് കേട്ടോ. കാരണം ഇതൊക്കെ ഒന്ന് അടച്ച് സെറ്റാക്കിയിട്ട് വേണം സ്നാക്സ്. നമ്മുടെ ക്രീം ബണ്ണാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ആ ക്രീം ബണ്ണൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം തൊണ്ടയിൽ പോയാലോ വെച്ചിട്ട്. അപ്പത്തിനും ബാക്കി മേക്കപ്പൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ റെഡി ആയപ്പോൾ സ്കൂൾ ബസ് വന്ന് അങ്ങനെ മോള് പോവുകയാണ് കേട്ടോ. പോണ നേരത്ത് കുറച്ച് മഴക്ക് നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടിയാണ്. എന്നാലും മഴ ഉണ്ടായിരുന്നു, കുറവുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ തന്നെ വീടിൻ്റെ പുറത്തുനിന്ന് തന്നെ ബസ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കാരണം അല്ലെങ്കിൽ ആകെ നനഞ്ഞ് പിരിഞ്ഞ് പോകേണ്ടി വന്നതിന് കേട്ടോ. അതെല്ലാം കഴിഞ്ഞു. ഹിബമോളുടെയും ഫുഡൊക്കെ ആയിട്ട് ഹിബമോൾക്ക് ഈ സംഭവങ്ങളൊക്കെ വേണം കേട്ടോ. ഉള്ളി, തക്കാളി, പച്ചമുളക് എന്ന് പറഞ്ഞ പോലെ എല്ലാം വേണം കേട്ടോ മുട്ട പൊരിക്കുമ്പോൾ. അപ്പോൾ ഹിബമോൾക്കും അങ്ങനെ മുട്ട വറുത്തതൊക്കെ ആക്കി ആളുടെ ഫുഡും ആക്കി ഹിബമോളി സ്കൂൾ വിട്ടു കേട്ടോ. മക്കളൊക്കെ പോയതിന് ശേഷം രാവിലെ വാങ്ങി വെച്ച മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടോ. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിൻ്റെ പണിക്ക്. പിന്നെ അത് കറി വെച്ചു, കുറച്ച് കൂർക്കയും പയറും ഉപ്പേനും വെച്ചു. ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ബൈ, അസ്സലാമു അലൈക്കും.